ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് എത്തിയപ്പോൾ രാത്രി 12:30 മണിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ മിക്സഡ് വെജിറ്റബിൾ കറിയാണ്. അതിന് സവാള നല്ലപോലെ വഴറ്റി അതിൽ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽ മുളകാണ് ചേർക്കുന്നത്. ഒരു 4-5 വറ്റൽ മുളക് ചേർക്കും. ഈ വെജിറ്റബിൾ കുറുമ എന്ന് പറയുന്നത് ഒരിക്കലും സ്പൈസി അല്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പം എന്നിട്ട് കുക്കറിൽ മിക്സഡ് വെജിറ്റബിൾ എല്ലാം കൂടെ വേവിച്ച് വെച്ചേക്കുകയാണ്. ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് വേവിച്ച് വയ്ക്കും. എന്നിട്ട് ഈ സവാള വഴറ്റും. സവാളയോടൊപ്പം വറ്റൽ മുളക്, അതുപോലെ കശുവണ്ടിപ്പൊടി, പിന്നെ തക്കാളി, ഇത്രയും നല്ല പോലെ വഴറ്റും. എന്നിട്ട് നമുക്ക് സബ്ജി മസാല എന്ന് പറഞ്ഞൊരു മസാലയുണ്ട്. നമ്മുടെ പാവ് ബജിക്കൊക്കെ ഉപയോഗിക്കുന്ന മസാലയാണിത്. ആ മസാല ഇതിൽ ചേർക്കും. മസാലയും പിന്നെ നമുക്ക് കുറച്ച് മണത്തിനും കുറച്ച് ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് ഗരം മസാലയും ചേർക്കും. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ വഴറ്റും. ഇതിന് നല്ല ഗരം മസാലയും കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റിയിട്ട് അതിനെ തണുപ്പിച്ചിട്ട് നമ്മുടെ ഒരു മിക്സി ജാറിലോട്ട് മാറ്റും. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കും. ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ആ അരപ്പിന് നമ്മുടെ നേരത്തെ മിക്സ് വെജിറ്റബിൾ വേവിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഈ കറിയും കൂട്ടും കൂടെ ചേർത്ത്, അരച്ച് വെച്ച കൂട്ടും കൂടെ ചേർത്ത് കലക്കി ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കസൂരി മേത്തി നമ്മളെ കയ്യിൽ എടുത്ത് കുറച്ച് ഞെരടി ഇതിനകത്തോട്ടിടും. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ കറി. എനിക്ക് വെജിറ്റബിൾ കുറുമയൊക്കെ എൻ്റെ ഷോപ്പിലുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുന്ന കറിയാണ് വെജിറ്റബിൾ കുറുമ. കാരണം ഇത് ചപ്പാത്തിക്കായാലും ഇടിയപ്പത്തിനായാലും ഒറട്ടിക്കായാലും പൊറോട്ടയ്ക്കായാലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ഗോതമ്പ് പുട്ടാണ്. ഇന്ന് കർക്കിടക വാവിൻ്റെ തലേ ദിവസമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരിക്കലെന്നാണ് പറയുന്നത് ഇന്ന്. അപ്പോൾ കാരണം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കത്തുള്ളൂ, ബാക്കി 2 നേരവും ഗോതമ്പാണ്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങളിന്ന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഗോതമ്പ് പുട്ടിന് കോമ്പിനേഷൻ കടലക്കറിയാണ്. അതുകൊണ്ട് കടലക്കറിയും ചിരട്ടപ്പുട്ടാണ്. ഗോതമ്പ് പുട്ടും കടലക്കറിയും. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തി ഞങ്ങൾ ഷോപ്പിലുണ്ടല്ലോ, എപ്പോഴും ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ട്. ഞങ്ങളുടെ കടയിൽ ചപ്പാത്തി കടയാണ്. അപ്പം ചപ്പാത്തി, ടൊമാറ്റോ കറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പുട്ടിനുള്ളതെല്ലാം മാവെല്ലാം റെഡിയാക്കുകയാണ്. എനിക്ക് എൻ്റെ അവിടെ ഒരു ചേച്ചിയുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പുട്ടിൻ്റെ മാവെല്ലാം റെഡിയാക്കുകയാണ്. പുട്ടിൻ്റെ മാവെല്ലാം നനച്ച് കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ നനച്ച് എല്ലാം റെഡിയാക്കി തേങ്ങയൊക്കെ തിരിങ്ങി എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ചൂട് പുട്ടായിരുന്നു ഇന്ന്. ഓക്കെ, ബൈ.